നമസ്കാരം, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 63 ലക്ഷത്തോളം വരുന്ന ആളുകളും ഇതൊന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാന ബഡ്ജറ്റിൽ, അതായത് ജനുവരി മാസം 29-ാം തീയതി നടക്കുന്ന ബഡ്ജറ്റിൽ വീണ്ടും പെൻഷൻ വർധനവിന് കളമൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2000 രൂപയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് പെൻഷനായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു തുക നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ചതാണ്. എന്നാൽ ഇതുകൂടാതെ തന്നെ വീണ്ടും ഒരു വർധനവ് 2200 മുതൽ 2500 രൂപ വരെ ഒരു വർധനവാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, അർഹതയുള്ള വ്യക്തികളെ കൃത്യമായിട്ട് കണ്ടെത്തി ആനുകൂല്യം എല്ലാ മാസങ്ങളിലും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അനർഹമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന സോഷ്യൽ ഓഡിറ്റിംഗ് പോലുള്ള നടപടിക്രമങ്ങളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാലിച്ച് കൃത്യമായിട്ട് മുൻപോട്ട് പോകുന്ന ഗുണഭോക്താക്കൾ ഇപ്പോൾ ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ചവർക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ തുകയും വൈകാതെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ വീടുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ വയ്ക്കണം. വിധവകളായിട്ടുള്ളവർ ആ പെൻഷൻ പദ്ധതികളിലേക്ക്, ഭിന്നശേഷി നേരിടുന്നവർ ആ രീതിയിൽ, കർഷക തൊഴിലാളികൾക്ക് ആ രീതിയിലുള്ള പെൻഷൻ പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ 60 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് ഗുണഭോക്താവാകാൻ സാധിക്കുന്നതാണ്. ഇവിടെ APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെയാണ് സഹായം ലഭിക്കുക. എന്നാൽ അത് മാത്രമല്ല, സർക്കാർ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി പാലിക്കണം. നമ്മുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാനായിട്ട് പാടില്ല. ഗുണഭോക്താവിന്റെ പേരിൽ 4 ചക്ര വാഹനം, അത് 1000 cc മുകളിൽ വരുന്ന എഞ്ചിനുള്ള കപ്പാസിറ്റിയുള്ള വാഹനം ഉണ്ടാകാനായിട്ട് പാടില്ല. സ്വകാര്യ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന കാർ പോലുള്ള വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇതുകൂടാതെ വീട്ടിൽ AC പോലുള്ള വസ്തുക്കളും ഉണ്ടാകാൻ പാടില്ല. അതൊരു ആഡംബര വസ്തുവായി കണ്ടാണ് ഇങ്ങനെയുള്ളവരെ അനർഹരാക്കുന്നത്. അതുമാത്രമല്ല, കുടുംബവാർഷിക വരുമാനം, വിവാഹിതരായ മക്കൾ ഒഴിച്ചുള്ള മറ്റെന്തെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് വരുമാനം കൃത്യമായിട്ട് വരുന്നത് കണ്ടെത്തി അങ്ങനെ വരുമ്പോൾ 1 ലക്ഷമോ അതിന് മുകളിലോ വരുമാനം എത്താൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് മാനദണ്ഡങ്ങൾ. ഇതെല്ലാം തന്നെ പാലിക്കുന്നവർക്ക് കൃത്യമായിട്ട് അപേക്ഷകൾ അപ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വാർഡ് മെമ്പറോട് അന്വേഷിക്കുക പോലുള്ള കാര്യങ്ങൾ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി പല കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് പിന്നീട് ഗ്രാമസഭകൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പഞ്ചായത്തിൽ മീറ്റിംഗിന്റെ സമയത്തായിരിക്കും അത് അപ്രൂവ് ചെയ്യുന്നത്. അതിനുശേഷം അപ്രൂവൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ നമുക്ക് പെൻഷൻ അർഹതയുണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. ഈ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ കൃത്യമായിട്ട് അറിയിക്കുന്ന രേഖകൾ കൃത്യസമയത്ത് ഹാജരാക്കുക. ഈ സമയത്താണെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. രേഖകൾ ആധാറിന്റെ ഒരു കോപ്പിയോട് ചേർത്ത് സമർപ്പിക്കുകയും വേണം. അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ആ ഒരു കാര്യം, വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഇതുവരെ ഇത് സേവനയിൽ അപ്ലോഡ് ചെയ്യാത്തവരോട് ഇത് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സമർപ്പിക്കുക. പൊതുവായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോട് തിരക്കിയാൽ മതി. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർദ്ദേശിച്ച വ്യക്തികൾ ആ രേഖയ്ക്ക് കൃത്യമായ സമയത്ത് തന്നെ രേഖകൾ ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. അത് കൃത്യമായിട്ട് പാലിച്ചു പോകുന്നവർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ സാമൂഹിക ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചേക്കാം. കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കുറ്റമറ്റ രീതിയിൽ ക്രമീകരിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ റിസർവ് നടപടികൾ അതിവേഗം പൂർത്തിയാക്കി വരികയാണ്. റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്റെ ഭൂമി എന്ന ഏകജാലക പോർട്ടൽ ഇതിനായിട്ട് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ്. ഉടമസ്ഥാവകാശ രേഖകൾ, സ്കെച്ചുകൾ, നികുതി വിവരങ്ങൾ എന്നിവ ഇനി മുതൽ ഈ പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. പഴയകാലത്തെ ചെയിൻ സർവേ രീതിയിലുണ്ടായിരുന്ന പിഴവുകളൊക്കെ പരിഹരിച്ച് DGPS, ടോട്ടൽ സ്റ്റേഷൻ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചാണ് നിലവിൽ അതിരുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ റിസർവ് പൂർത്തിയാക്കുന്നതോടെ ഓരോ ഭൂ ഉടമയ്ക്കും QR കോഡ് സഹിതമുള്ള ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ലഭിക്കുന്നതാണ്. ഭൂമിയുടെ കൃത്യമായ വിസ്തീർണം, അതിരുകളുടെ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തിയ ഈ കാർഡ് ഭൂമിയുടെ ആധികാരിക രേഖയായിട്ട് പരിഗണിക്കപ്പെടും.
ഭൂമി കൈവശം വച്ചിരിക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ട് സർക്കാർ പുതിയ റെഗുലൈസേഷൻ ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആധാരത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഭൂമി തർക്കരഹിതമായിട്ട് ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് അത് നിയമപരമായിട്ട് സ്വന്തമാക്കാൻ ഇനി ഈ നിയമത്തിലൂടെ സാധിക്കും. എന്നാൽ കയ്യേറ്റ ഭൂമികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നില്ല. 2026 കൂടി കേരളത്തിലെ ഭൂമി രജിസ്ട്രേഷൻ സംവിധാനം പൂർണ്ണമായിട്ടും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഭൂമി കൈയേറ്റം ചെയ്യുമ്പോൾ ഡിജിറ്റൽ പ്രിമോട്ടേഷൻ സ്കെച്ച് നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂടാതെ ആധാര എഴുത്ത് കഴിഞ്ഞാലുടൻ വില്ലേജ് ഓഫീസുകൾ പോക്കുവരപ്പ് നടപടികൾ തന്നെ പൂർത്തിയാക്കുന്ന ഓട്ടോ മ്യൂട്ടേഷൻ സംവിധാനവും നിലവിൽ വന്നിരിക്കുകയാണ്. റേഷേഴ്സ് രംഗത്തെ സുതാര്യത ഉറപ്പാക്കുന്നതിനായിട്ട് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ആൾമാറാട്ടം പോലുള്ള ക്രമക്കേടുകൾ തടയാനായിട്ട് സഹായിക്കും. നിലവിൽ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസുമാണ് ഇപ്പോൾ ഈടാക്കുന്നത്. എന്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായിട്ട് നികുതി അടയ്ക്കാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. സർവേയുമായി ബന്ധപ്പെട്ട പരാതികൾ വില്ലേജ് തലത്തിൽ തന്നെ പരിഹരിക്കുന്നതിനായിട്ട് പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സ്വന്തം ഭൂമിയുടെ നിലവിലെ സർവേ സ്റ്റാറ്റസ് അറിയുന്നതിനായി എന്റെ ഭൂമി .kerala.gov. എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസരമൊരുക്കുന്നു. നിലവിൽ മറ്റ് സ്കോളർഷിപ്പുകൾ അപേക്ഷിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇഗ്നൻസ് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകേണ്ടത്. അപേക്ഷകൾക്ക് അക്ഷയ സെന്ററിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ എത്തി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇതിനാവശ്യമായ അനുബന്ധ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ജനുവരി മാസം 15-ാം തീയതി വരെ മാത്രമായിരിക്കും അപേക്ഷിക്കാനുള്ള അവസാന കാലാവധി ഉണ്ടാവുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്: സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമായി തുടങ്ങും. BPL വിഭാഗത്തിൽപ്പെട്ട 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ ക്ഷേമ പദ്ധതിയിലേക്ക് അർഹരായവർ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജനുവരി മാസത്തിൽ ആദ്യ ഗഡു വിതരണം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ നവംബർ മാസം മുതൽ ഉൾപ്പെടെ ഏകദേശം 3000 രൂപയോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പരിശോധിച്ച് വളരെ വേഗത്തിൽ അംഗീകാരം നൽകുന്നതാണ്. ആദ്യഘട്ടത്തിൽ അപേക്ഷിക്കാൻ വൈകുന്നവർക്ക് പിന്നീട് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങൾ നേരിട്ടേക്കാം. മറ്റ് ക്ഷേമ പെൻഷനുകളെ പോലെ തന്നെ ഈ പദ്ധതിയിലും ഗുണഭോക്താക്കൾക്ക് വർഷം തോറും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ പദ്ധതിയുടെ തുകയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും. എന്നാൽ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അർഹതയുള്ളവരാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരോ കുടുംബ പെൻഷൻ ലഭിക്കുന്നവരോ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിര നിയമനമോ കരാർ നിയമനം ഉള്ളവരോ ഈ പദ്ധതിയിൽ അനർഹരാണെന്ന ആനുകൂല്യം കൈപ്പറ്റുന്നതായിട്ട് കണ്ടെത്തിയാൽ 18% പിഴയോടുകൂടി തുക സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരുമെന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഉപയോഗപ്പെടുന്ന വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായി കാണാം. എല്ലാവർക്കും താങ്ക്